വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കാനാൻ സ്ത്രീ കർത്താവിനോട് വന്ന് യാചിക്കുകയാണ്. ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. നിന്റെ വിശ്വാസം വലുതാണ്. പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചോദിച്ചാലും നൽകുന്നവനാണ് നമ്മുടെ ആബാ പിതാവ്. ഈ കാനാൻ സ്ത്രീ കർത്താവ് പറഞ്ഞു, നീ തിരഞ്ഞെടുക്കപ്പെട്ടവളല്ല. അപ്പം അതുകൊണ്ട് കർത്താവ് ആദ്യം മൗനമായിട്ട് നിന്നെങ്കിലും ഇവളുടെ പെർസിസ്റ്റൻസ്, കർത്താവെ, നായ്ക്കൾ പോലും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. അവളുടെ വിശ്വാസം എത്ര വലുതായിരിക്കും. So even if I am not eligible, എൻ്റെ മെറിറ്റിലല്ല കർത്താവേ, അങ്ങയുടെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. എൻ്റെ യോഗ്യതകളിലല്ല, അങ്ങയുടെ കൃപയിലാണ് എൻ്റെ ആശ്രയം. അങ്ങ് എന്നെ സഹായിക്കണമേ എന്ന് നുറുങ്ങിയ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ് നമ്മുടെ കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. നമ്മുടെയൊക്കെ വിശ്വാസം എത്രത്തോളമുണ്ട് എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. വയലിലെ നിധി പോലെയാണോ നമ്മുടെ വിശ്വാസം? ബാക്കിയെല്ലാം സെക്കൻഡറി. വയലിലെ നിധി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പോയി അവർക്കുള്ളതെല്ലാം കൊടുത്ത് അവർ ആ നിധി വാങ്ങുകയാണ്. അപ്പോൾ ആ നിധിക്കാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. മറ്റതെല്ലാം സെക്കൻഡറിയായി മാറുന്നു. ഇതുപോലുള്ള ഒരു വിശ്വാസമാണോ നമ്മളുടേത്? എല്ലാറ്റിനും ഉപരിയായിട്ടാണോ നമ്മൾ ദൈവവചനത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമുക്ക് വചനത്തെ മുറുകെ പിടിക്കാം. നമുക്ക് വചനാധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് സന്തോഷത്തോടെ ശ്രമിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് യാചിക്കാം. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നുകം ഭാരം കുറഞ്ഞതാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി പൂർണ്ണ സന്തോഷത്തോടെ ആ നുകം ചുമലിലേറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകം നൽകുന്ന ഭാരങ്ങൾ എത്ര വലുതാണ്. അങ്ങയിലുള്ള ആശ്വാസം എത്ര മഹത്വരവും.
ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.